Welcome to MrUnbox and Travel. This is Honor X9a 5G. എന്തുകൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ നിലത്തിട്ട് കൊണ്ട് തന്നെ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണ്. ഇത്തരത്തിലുള്ള കർവ്ഡ് ഡിസ്പ്ലേയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ താഴെ വീഴുകയാണെങ്കിൽ അത് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഭാഗ്യവശാൽ പൊട്ടിയില്ല. ഇനി ബൈ ചാൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണിട്ട് പൊട്ടുകയാണെങ്കിൽ പോലും അതിലും നിങ്ങൾക്ക് ഭയപ്പെടാനില്ല. എന്താണ് ആ കാരണം എന്നുള്ള കാര്യം ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നതാണ്. ഇനി ഈ ഒരു വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു Honor X9a 5Gയുടെ വീഡിയോയിലേക്ക് കടക്കാം. ബോക്സിനകത്ത് വരുന്ന ഐറ്റംസ് കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും പ്രകൃതിയോട് 10 പൈസയുടെ സ്നേഹമില്ലാത്തൊരു കമ്പനിയാണ് ഹോണർ എന്ന്. എനിവേ 40 വാട്ടിൻ്റെ ചാർജർ അഡാപ്റ്ററാണ് കൂടെ ലഭിച്ചിട്ടുള്ളത്. ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ ഉണ്ട്. ട്രാൻസ്പെറൻറ്റ് GPU കേസ് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഒരു ഇയർഫോൺ ലഭിക്കുന്നുണ്ട്. ടൈപ്പ് സി ടു 3.5mm ഒരു കൺവേർട്ടർ ലഭിക്കുന്നുണ്ട്. ഒരു സിം ഇജക്ടർ ടൂൾ. പിന്നീട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Honor X9a 5G. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കർവ്ഡ് ബാക്ക് പാനലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫ്രെയിമും അതുപോലെ ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. മാട്രിക്സ് ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ് നമുക്ക് കാണാൻ സാധിക്കുക. 7.9mm മാത്രമാണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. 175 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സും കാണാൻ സാധിക്കും. മുകൾ വശത്താണ് IR ബ്ലാസ്റ്റും അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ മൈക്കുള്ളത്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്തായിട്ട് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നു. 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ, ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു Honor X9a 5Gയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. Qualcomm Snapdragon 695 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 6nm ആണ് ചിപ്സെറ്റ് സൈസ്. ഒക്ടാ-കോറിൽ 2.2 GHz ആണ് ക്ലോക്ക് സ്പീഡ്. Adreno 619 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. ഇപ്പോൾ ഇത്രയും ദിവസം യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയത്തക്ക രീതിയിൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യാതെ അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അവർക്ക് 7 സീരീസിന്റെ പ്രൊസസ്സർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നുള്ളൊരു ഒപ്പീനിയൻ മാത്രമാണുള്ളത്. 3 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 6GB റാമിൽ 128, 8GB റാമിൽ 128, 8GB റാമിൽ 256GB. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇത് കൂടാതെ തന്നെ അപ് ടു 5GB വരെ നമുക്ക് റാം ടർബോ, അതായത് റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. കണക്ടിവിറ്റിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 5G സ്മാർട്ട് ഫോൺ ആണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.1 ആണ് വേർഷൻ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. NFC ഇതിലുണ്ട്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്റർ, അതായത് ഇൻഫ്രാറെഡ് പോർട്ടും കൂടി ഇതിൽ സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പൊതുവെ ഞാൻ ഹോണറിൻ്റെ ഫോൺ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു സംശയമാണ് ഹോണർ സ്മാർട്ട് ഫോണുകളിൽ നമുക്ക് പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ഗൂഗിൾ സർവീസ് ലഭിക്കുമോ എന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ഇത് സാധാരണ ആൻഡ്രോയിഡ് ഫോണിലുള്ള പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഗൂഗിൾ സർവീസും അതുപോലെ തന്നെ പ്ലേ സ്റ്റോർ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ആൻഡ്രോയിഡ് 12ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. മാജിക് UI വേർഷൻ വരുന്നത് 6.1 ആണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതിൽ ആൻഡ്രോയിഡിലുള്ള എല്ലാ ഫീച്ചേഴ്സും ലഭിക്കുകയും പ്ലേ സ്റ്റോറും GMS ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഹോണർ ഫോണുകളിൽ ലഭ്യമാണ്. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.67 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 10-bit ഡിസ്പ്ലേ ആണ്. ഫുൾ HD+ ആണ്. റെസൊല്യൂഷൻ 120 Hz ആണ്. റിഫ്രഷ് റേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് 395 പിക്സൽ പെർ ഇഞ്ച് ആണ്. ഡെൻസിറ്റി അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഷാർപ്പ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 800 nits ആണ് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്കിതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടഫസ്റ്റ് ഡിസ്പ്ലേ എന്ന് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിശേഷിപ്പിക്കാൻ പറ്റും. എസ്പെഷ്യലി ഇതൊരു കർവ്ഡ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ കർവ്ഡ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് സ്മാർട്ട് ഫോൺ വീഴുകയാണെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ ടഫസ്റ്റ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. പല ലാബ് ടെസ്റ്റിൽ അവർ പ്രൂവ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് തവണ നമ്മളും ടെസ്റ്റ് ചെയ്തതാണ്. ആ സമയത്തൊന്നും ഇത് പൊട്ടുകയോ അത്തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേയുടെ ഒരു ചെറിയൊരു ഇഷ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുക ബ്രൈറ്റ്നസ് ലെവൽ ഏറ്റവും കുറച്ച് വെച്ചാൽ, അതായത് നമ്മളിപ്പോൾ രാത്രിയിലൊക്കെയാണ് വീഡിയോസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നെങ്കിൽ ചെറിയ തരത്തിലുള്ള ഒരു ഫ്ലിക്കറിങ് നമ്മുടെ ഡിസ്പ്ലേയിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതിൽ 1920 Hz എന്ന് പറയുന്ന PWM ഡിമ്മിങ്, അതായത് താരതമ്യേന ഫ്ലിക്കറിങ് കുറഞ്ഞ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ ഫ്ലിക്കറിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും എന്താണ് ഈ ഒരു ഫ്ലിക്കറിങ്, അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുള്ള ഗുണം എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ള കാര്യത്തിൽ.
എനിവേ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നമ്മൾ MOLED സ്മാർട്ട് ഫോൺ ആണ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ലോവസ്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് വെക്കുന്ന സമയത്ത് നമ്മൾ നോർമൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. ഇതുപോലെ ക്യാമറയുടെ ഒക്കെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ ഇങ്ങനെ ഫ്ലിക്കറിങ്, അതായത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം അധികം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഗുണമെന്ന് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ രാത്രിയിലൊക്കെയാണ് വിഷ്വൽ കാണുന്നതെങ്കിൽ മറ്റ് MOLED സ്മാർട്ട് ഫോൺ നമുക്ക് ചെറുതായിട്ട് നമ്മുടെ കണ്ണിന് പെയിൻഫുൾ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെയിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അധികം നേരം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. എങ്കിൽ ഈ ഒരു Honor X9a 5Gയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് താരതമ്യേന നമ്മൾ രാത്രിയിൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിലും പെയിൻ ആവാനുള്ള അതുപോലെ തന്നെ സ്ട്രെയിൻ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 5100 mAh ബാറ്ററിയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 40 വാട്ടിന്റെ ചാർജറാണ് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂറാണ്. താരതമ്യേന ഒരു സ്ലിം ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിട്ട് കൂടിയും 5100 mAh എന്ന് പറയുന്ന ഒരു വലിയ ബാറ്ററി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിവേ ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ബാറ്ററി ലൈഫ് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ പോലും ഏകദേശം ഒരു ദിവസം നമുക്കിത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് 1.5 ദിവസം മുതൽ 2 ദിവസം വരെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. DxO മാർക്കിന്റെ ആ ഒരു ലാബ് ടെസ്റ്റ് പ്രകാരം അവർ പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള സ്മാർട്ട് ഫോണിൽ 3rd പൊസിഷനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ബാറ്ററി ലൈഫിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു X9a കാണാൻ സാധിച്ചിട്ടുണ്ട്. സിംഗിൾ സ്പീക്കർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ വലിയ ഒരു ലൗഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു ഡീസൻ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ സ്പീക്കർ ക്വാളിറ്റി ആയിട്ട് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫേസ് ലോക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നും എക്സ്പെക്ട് ചെയ്തതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്കിതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ കളിച്ചിട്ടുള്ളത്. ഏകദേശം 40 മിനിറ്റിന് മുകളിൽ ഞാനിതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. ശരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ്. എസ്പെഷ്യലി നമുക്ക് ലാഗ് ഫ്രീ ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂ എന്നുള്ള രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്രാഫിക് പെർഫോമൻസും അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ ഗെയിമിൽ കളിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു നോർമൽ ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. 3 ക്യാമറയാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 64 മെഗാപിക്സൽ മെയിൻ ലെൻസ്, 5 മെഗാപിക്സൽ അൾട്രാ വൈഡ് ലെൻസ്, 2 മെഗാപിക്സലിന്റെ മാക്രോ ലെൻസ്. എനിവേ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് മിക്ക സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കില്ല. പക്ഷേ നമുക്കൊരു എബോവ് ഡീസൻറ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എസ്പെഷ്യലി ഡേ ലൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ്. HDR പെർഫോമൻസ് അത്യാവശ്യം നല്ലതാണ്. ഈവൻ നൈറ്റ് പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് അൾട്രാ വൈഡ് ലെൻസിലും അതുപോലെ തന്നെ മാക്രോ ലെൻസിലും എടുത്തിരിക്കുന്ന ഫോട്ടോസ് നമുക്ക് ജസ്റ്റ് ഒരു ഓക്കെ എന്നുള്ള നിലവാരം മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. അതല്ലെങ്കിൽ പേരിനൊരു അൾട്രാ വൈഡ് ലെൻസ് അതുപോലെ തന്നെ പേരിനൊരു മാക്രോ ലെൻസ് കൊടുത്തെന്ന് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരു ഗംഭീരമായിട്ടുള്ള അൾട്രാ വൈഡ് പെർഫോമൻസോ അല്ലെങ്കിൽ മാക്രോ പെർഫോമൻസോ ഒന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാനും സാധിച്ചിട്ടില്ല. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 16 മെഗാപിക്സലിന്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെൽഫി ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ടാണ് എനിക്ക് എസ്പെഷ്യലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഡേ ലൈറ്റ് പെർഫോമൻസ് കൊള്ളാം, അതുപോലെ തന്നെ HDR പെർഫോമൻസും കൊള്ളാം. ഇതിൽ തന്നെ നമുക്ക് പറയേണ്ട കാര്യം പോർട്രേറ്റ് പെർഫോമൻസിന്റെ കാര്യമാണ്. നമുക്ക് അത്ര ഒരു ഗംഭീരമായിട്ടുള്ള ബൊക്കെ എഫക്റ്റും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ആ ഒരു എഡ്ജ് ഡിറ്റക്ഷൻ എന്നൊരു പെർഫെക്റ്റ് എന്നുള്ള രീതിയിലും പറയാൻ സാധിക്കില്ല. എങ്കിലും ഓവറോൾ ക്യാമറ വൈസിന് പറയുകയാണെങ്കിൽ റിയർ ക്യാമറ ആണെങ്കിലും അതുപോലെ തന്നെ സെൽഫി ക്യാമറയുടെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു ഒപ്പീനിയൻ ഇല്ല. എങ്കിലും ഒരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുക. Honor X9a എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 frames ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. HDR അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കളേഴ്സ് ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. സ്റ്റെബിലിറ്റിയും അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഓവറോൾ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. X9a സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HD 30 frames ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി അത്യാവശ്യം കുഴപ്പമില്ല. വലിയ രീതിയിലുള്ള ഷേക്കും കാര്യങ്ങളും ഇല്ല, എന്നാൽ വളരെ സ്മൂത്ത്നെസ് ആയിട്ടുള്ളതും അല്ല. HDR പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. അതുപോലെ തന്നെ
നല്ല സൂപ്പറായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എബവ് ഡീസെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. Honor X9a 5Gയുടെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8GB + 256GB 1299 ഖത്തർ റിയാലാണ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 28,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത്. ഇപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ബൈ ചാൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ വീണിട്ട് ഡിസ്പ്ലേ പൊട്ടുകയാണെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നത്. നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രീ ഓർഡർ ആയിട്ടാണ് ഖത്തറിൽ നിന്ന് വാങ്ങിയതെങ്കിൽ നിങ്ങളുടെ വാറണ്ടി പീരീഡ്, അതായത് ഒരു വർഷത്തിനുള്ളിൽ ഒരു തവണ നിങ്ങളുടെ ഡിസ്പ്ലേ അവർ ഫ്രീ ആയിട്ട് മാറ്റി തരുന്നതാണ് വീണ് പൊട്ടിയാൽ. പക്ഷേ വളരെ ചെറിയൊരു സർവീസ് ചാർജ് അവർ ഈടാക്കുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ഇനി വാങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രീ ഓർഡറിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയതെങ്കിൽ ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഈ ഡിസ്പ്ലേ ഒരു തവണ പൊട്ടുകയാണെങ്കിൽ ഈ ഒരു ചെറിയൊരു സർവീസ് ചാർജ് മാത്രം ഈടായിക്കൊണ്ട് അവർ അത് റീപ്ലേസ്മെന്റ് തരുന്നതാണ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഡ്യൂറബിലിറ്റി തന്നെയാണ്. അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. ക്യാമറ പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് സൂപ്പറായിട്ടുള്ള ബാറ്ററി ലൈഫാണ് വരുന്നത്. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളും കൊടുക്കാമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രോസസ്സർ ഒരു ഡീസൻ്റ് ആയിട്ട് തന്നെ വലിയ രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എനിക്കിത് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇംപ്രൂവ് ആയിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്പീക്കർ ക്വാളിറ്റിയാണ്. സ്റ്റീരിയോ സ്പീക്കർ ഇല്ല, മോണോ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സൗണ്ടും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതർവൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടഫ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് തേടുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉള്ള, അതുപോലെ തന്നെ അത്യാവശ്യം ബാറ്ററി ലൈഫ് ഒക്കെ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് തേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ Honor X9a 5G. എന്നും പറയാറുള്ള പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റിൽ ചോദിക്കാവുന്നതാണ്. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വീഡിയോസും ചാനൽ യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണെന്ന് തോന്നിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ വിട പറയുന്നു. സയ്യിദ് ഇർഷാദ്.